ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളും അർപ്പിക്കുക. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദാനിയേൽ പ്രവചനത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഇതിന്റെ 8-ാം അധ്യായത്തിന്റെ അവസാനമായ ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. അവിടെ കണ്ട ആ ചെറിയ കൊമ്പനെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ആ ചെറിയ കൊമ്പ് ആരാണ് എന്നുള്ളത് നാം സാമാന്യ വിശദമായിട്ട് ചിന്തിച്ചു. അത് അന്തിക്രിസ്തു ആണ്, നമുക്കറിയാം. അത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനം നാം കാണുന്നത് ഈ ഗ്രീക്ക് കോലാട്ട് കൊറ്റുന്ന 4 കൊമ്പുകളിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതായി 9-ാം അധ്യായത്തിൽ പറയാം. ഇവിടെ നാം കാണുന്നത് തന്നെയാണ്. ഈ ചെറിയ കൊമ്പ് നാം കഴിഞ്ഞ ആഴ്ചയില് ദൈവവചനത്തിൽ നിന്ന് വിശദമായി നാം അത് വായിച്ചതാണ്, ചിന്തിച്ചതാണ്. ഇതിന്റെ അർത്ഥം ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കും. ആ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് അവൻ 2300 സന്ധ്യയും ഉഷസും തികയോളം എന്ന് പറഞ്ഞു. ഈ ചെറിയ കൊമ്പനെ കുറിച്ച് 8-ാം അധ്യായത്തിന്റെ തന്നെ പറഞ്ഞിരിക്കുന്നത് നിരന്തര ഹോമയാഗം നിർത്തലാക്കുമെന്നും വിശുദ്ധ സ്ഥലം നശിപ്പിക്കുമെന്നൊക്കെയാണ്. പറഞ്ഞാൽ ഇത് ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് അന്തിക്രിസ്തു തന്നെയാണ്. അപ്പോൾ ഈ അന്തിക്രിസ്തു വെളിപ്പെടുവാനിരിക്കുന്നത് ഈ 4 കൊമ്പുകളിൽ ഒന്നിൽ നിന്നാണ്. ആദ്യം നാം കാണുന്ന ആ വലിയ കൊമ്പ് അല്ല, അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് കാണിക്കുന്നത്. യവന രാജ്യത്തെ കുറിച്ചാണ് നാം ഇവിടെ ഈ ഭാഗത്ത് 8-ാം അധ്യായം അവിടെ നാം കാണുന്നത്. യവന രാജ്യം മറ്റേ മേദ്യ പാർസ്യ രാജ്യത്തെ തോൽപ്പിച്ച് ശക്തി പ്രാപിക്കുന്നതും, എന്നാൽ ആ വലിയ കൊമ്പായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പെട്ടെന്ന് ഇല്ലാതാവുകയും പകരം 4 കൊമ്പുകൾ മുളച്ചു വരുന്നതായിട്ട് നാം ഇവിടെ കാണും. അതിൽ ഒരു കൊമ്പിൽ നിന്നാണ് ഈ ചെറിയ കൊമ്പ്. നമുക്കിതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വരുവാനിരിക്കുന്ന 4-ാം സാമ്രാജ്യമായ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ചിന്തിച്ചു വന്ന എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ടായിരിക്കും. ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ചാണ് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആദ്യത്തെ ബാബേലും, അതിനുശേഷം മേദ്യ പാർസ്യയും, അതിനുശേഷം യവന രാജ്യവും, പിന്നെ റോമ സാമ്രാജ്യവും. ഇതെല്ലാം ഒരുമിച്ചാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ 4 രാജ്യങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരു ചെമ്പ് വരുന്നതായ ഈ കൊമ്പ്, അത് അന്ത്യകാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വിശദമായി പറഞ്ഞിരിക്കും. ഈ കൊമ്പ് നാം ചിന്തിക്കുമ്പോൾ ദൈവദിനത്തില് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇതുപോലെ തന്നെ ഉഗ്രഭാവമുള്ള ഒരു ചക്രവർത്തിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ ആഴ്ചയില് അല്പമായി പറഞ്ഞതാണ്. അത് അല്പം കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. BC 170
ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സിറിയയിൽ നിന്ന്, അതായത് BC-യിലെ കാര്യമാണ് പറഞ്ഞത്, 170-ല്. അന്ന് വളരെയധികം മുന്നിൽ നിന്നിരുന്ന ഈ ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം, അതിൽ ഒരെണ്ണമാണ് 4 രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ ഒന്നാണ് സിറിയ. ആ സിറിയയിൽ നിന്ന് എഴുന്നേറ്റ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവിനെ കുറിച്ച് നാം വായിക്കും. അയാളുടെ പേര് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്നാണ്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് ചരിത്രത്തിൽ നാം വായിക്കുന്നത് തന്റെ പ്രധാന ശത്രുവായിരുന്ന, അയാൾ വളരെ ക്രൂരനായ ഒരു രാജാവായിരുന്നു. മാത്രമല്ല, പ്രധാന ശത്രുവായ മിസ്രൈമിനെ ആക്രമിക്കാൻ ശ്രമിച്ച് പരാജയമടഞ്ഞ അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേമിനെ തകർക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് ഗ്രീക്ക് ദേവനായ സ്യൂസിന് ഒരു ബലിപീഠം അവൻ യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. കാരണം അന്ന് ഇസ്രായേലിന് വലിയ ശക്തിയൊന്നുമില്ല, അവർക്ക് രാജാവുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഉപദ്രവിക്കാവുന്നതെല്ലാം ഈ ദേവാലയമേ ഉള്ളൂ. ആ ദേവാലയത്തില് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന സ്യൂസ് ദേവന്റെ ഒരു പ്രതിമ, ഒരു ബലിപീഠം, അത് BC 168 ആ ഡിസംബർ 15-ന് ആ ബലിപീഠത്തിൽ ഒരു പന്നിയെ യാഗം അർപ്പിച്ചു. അതിന്റെ മാംസം പുരോഹിതന്മാര് ബലം പ്രയോഗിച്ച് തീറ്റിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരനായ ഒരു രാജാവായിരുന്നു. അയാള് സിറിയയിൽ നിന്നാണ് എഴുന്നേറ്റത്. മാത്രമല്ല, അനേകായിരം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിൽ ഇത്ര ഉപായബുദ്ധിയുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഇങ്ങനെ ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് അധികം കേൾക്കാനില്ല. പക്ഷേ ഇസ്രായേലിനെതിരായിട്ട് അവിടെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് പന്നിയിറച്ചി അർപ്പിക്കുകയൊക്കെ ചെയ്തത് ഏറ്റവും അധികം യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്നതിന് വേണ്ടിയായി. ഇസ്രായേലിന്റെ അവർ പൂജിക്കുന്ന, അവർ ആരാധിക്കുന്ന ദൈവത്തെ ഏറ്റവും മലീമസമാക്കി തീർക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്തതാണ്. അനേകായിരം യഹൂദന്മാരെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ ദേവാലയം അശുദ്ധമാക്കി കൂട്ടക്കൊല ചെയ്തു. അതിന്റെ പരിണതഫലമായിട്ട് പിന്നീട് നാം കാണുന്നുണ്ട് അതിശക്തമായ മക്കാബിയ വിപ്ലവം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മക്കാബിയരുടെ വിപ്ലവം. അതെല്ലാം ചരിത്ര ഭാഗങ്ങളാണ്, നമുക്ക് ബൈബിളിൽ ലഭിക്കുന്നതല്ല. അത് അപ്പോക്രിഫയില് അതിന്റെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും മക്കാബിയരുടെ വിപ്ലവം ലോക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഇതിനോട് ചേർന്നാണ് ആ വിപ്ലവം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് അവകാശപ്പെട്ട് സ്വയമായി എപ്പിഫാനസ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം സ്വയം രാജാവായെന്നുള്ള, ജഡാവതാരമെടുത്ത ദൈവം എന്നാണ്. ജഡാവതാരമെടുത്ത ദൈവം എന്നാണ് എപ്പിഫാനസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ആ പേരെടുത്തുകൊണ്ട് സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിച്ച് ഒരു വ്യക്തിയായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ്. ഇതെല്ലാം ചരിത്ര ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ലോക ചരിത്രം അറിയാവുന്ന സകലർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്. എന്നാൽ ആ മനുഷ്യൻ BC 164 മരണമടയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട്
ഈ പീഡനകാലം ഇതിൽ പറയുന്ന കണക്കനുസരിച്ച് ശരിയായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഇത് അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടിരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് അന്ത്യോക്യോസ് എപ്പിഫാനസിന്റെ കാലത്ത് സംഭവിച്ച സംഭവമല്ല. ഇതിനി ഭാവിയിൽ സംഭവിക്കാനാണ്. പക്ഷെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എതിർ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ ഒരു നിഴല് ഈ മനുഷ്യന് നമുക്ക് കാണാം. ജഡാവതാരം എടുത്ത ദൈവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് തന്നെ നമുക്കറിയാം അവൻ ദൈവമാണെന്നും എല്ലാവരും അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ദേവാലയത്തിൽ കയറിയിരിക്കുന്ന സംഭവം നാം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു നിഴൽ ഇവിടെയും നമുക്ക് കാണാം. അങ്ങനെ ഇത് ഞാൻ എത്രയും പറഞ്ഞത് ഇയാള് സിറിയയിലെ രാജാവായിരുന്നു. ഇത് അക്ഷരികമായും മുഴുവൻ പൂർണ്ണമായി സംഭവിക്കാനുള്ളത് എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ കാലത്താണ്. അത് നമുക്കറിയാം. അപ്പോൾ അതിന്റെ നിഴലായിരിക്കുന്ന ഈ മനുഷ്യൻ അന്ത്യോക്യോസ് എപ്പിഫാനസ് സിറിയയിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് ഈ അന്ത്യക്രിസ്തുവും സിറിയയിൽ നിന്നും ആയിരിക്കും വരുന്നതെന്ന് ഒരുപാട് വേദപണ്ഡിതാക്കള് വിശ്വസിക്കുന്നുണ്ട്. നമ്മള് ഈ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ള അവരുടെ ചില ക്ലാസ്സുകൾ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും, പക്ഷെ അവരാരും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ എല്ലാവർക്കും ആർക്കും പിടികിട്ടാതെ കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്ത്യക്രിസ്തു എവിടെ നിന്നാ വരുന്നത്, ഏത് രാജ്യത്താണെന്നാണ് അയാൾ എഴുന്നേറ്റ് വരാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞില്ല. റോമാ സാമ്രാജ്യത്തിന്റെ രാജാവായിട്ട് അവൻ തീരുമെന്നുള്ളത് ശരിയാണെങ്കിലും അവന്റെ ജനനം എവിടെയാണെന്ന്, ഇതെല്ലാം റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മളീ പറയുന്ന യവന സാമ്രാജ്യവും അന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് എല്ലാം റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമെന്നുള്ള തരത്തിൽ ശരിയാണ്. എന്നാൽ അതിൽ തന്നെ ഏത് സ്ഥാനത്തു നിന്നാണ് ഇയാൾ വരുന്നതെന്നുള്ളത് ആർക്കും പിടികിട്ടാതെ കിടക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് പലരും പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയാണ് അന്ത്യോക്യോസ് എപ്പിഫാനസ് സിറിയക്കാരനായതുകൊണ്ട് അന്ത്യക്രിസ്തുവും സിറിയയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുവാൻ പോകുന്ന വലിയ റോമാ സാമ്രാജ്യത്തിൽ സിറിയയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. സിറിയ വളരെ മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് തീരാൻ സാധ്യതയുണ്ട് എന്നാണ് അവരൊക്കെയും പഠിപ്പിക്കുന്നത്. ഏതായാലും ഈ കാര്യമൊന്നും പൂർണ്ണമായും അങ്ങനെ തന്നെ എന്ന് പറയുവാൻ നമുക്കാർക്കും സാധ്യമല്ല. കാരണം ഇതെല്ലാം പ്രവചനമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നല്ലാതെ അത് ഒരുപക്ഷെ ശരിയാകാം. അതുകൊണ്ട് അത് ശരിയായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ അന്ത്യോക്യോസ് എപ്പിഫാനസിനെ പോലെ അന്ത്യക്രിസ്തുവിനോട് ചേർന്ന ഒരു നിഴലായി നിൽക്കുന്ന വ്യക്തികളെ അധികം ചരിത്രത്തിൽ കാണാനില്ല. കാരണം അന്ത്യക്രിസ്തു ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് മുഴുവനും അതേപടി അല്ലെങ്കിലും പലതും ഇയാൾ ചെയ്യുകയുണ്ടായി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം.
അങ്ങനെ ആ 8-ാം അധ്യായത്തില് ആ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക. ഏതായാലും ദാനിയേലിനോട് പറയുന്നത് ഇത് ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാണ്. അതിന് 8-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വായിക്കുമ്പോൾ കാണാം അന്ത്യകാലത്തേക്കുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ജാതികളുടെ അന്ത്യകാലമെന്നും കൂടിയാണ്. ഇപ്പോൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജാതികളാണ്. നമുക്കറിയാം, ഇസ്രായേൽ രാജാവില്ല, അവർക്ക് ലോകത്തിൽ ഭരണമില്ല. 1948 ഒരു ചെറിയ ഭാഗം അവർക്ക് കിട്ടി, അവരവിടം കൊണ്ട് ഒതുങ്ങി ഇങ്ങനെ കഴിയുകയാണ്. എന്നാൽ അതൊന്നും ശക്തമായി ലോകരാഷ്ട്രത്തില് മറ്റു രാഷ്ട്രങ്ങളെ പോലെ ഒരെണ്ണമെന്നല്ലാതെ ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഈ രാജാക്കന്മാരാരും അല്ല, ഭൂമിയിലെ ഒരു രാജാവും പിന്നീട് ഭരിക്കാൻ പോകുന്നില്ല. അന്ന് നാം നേരത്തെ ചിന്തിച്ചതുപോലെ, 7-ാം അധ്യായത്തിലൊക്കെ ചിന്തിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണം വരും. ഈ അന്തിക്രിസ്തുവിനെ തള്ളിക്കളയുകയും കൈതൊടാത്ത കല്ല് വന്ന് അടിച്ച് തകർക്കുകയും ചെയ്യുന്ന രംഗമാണ് ഭാവിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഈ സത്യാവസ്ഥകളെല്ലാം ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ അധ്യായങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 7-ലാണെങ്കിലും 8-ലാണെങ്കിലും ഇനി അടുത്തായിട്ട് വരുന്നത് 9-ലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ദാനിയേലിനെ വളരെ വ്യക്തമായിട്ട് ഗബ്രിയേലും ദൈവം തന്നെ നേരിട്ടിടപെട്ട് ദാനിയേലിന് പ്രത്യേകമായി ഈ വിവരങ്ങൾ നൽകുന്നതായിട്ടാണ് നാം ഈ അധ്യായങ്ങളെല്ലാം കണ്ടത്. അവിടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുവാൻ മുദ്രയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിരന്തരം ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുക. അതായത് നമുക്കറിയാം, അത് അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഇതിന് എത്ര സമയം എടുക്കുമെന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന് മറുപടി അവിടെ പറയുന്നുണ്ട്. 8-ന്റെ 13-14 വാക്യം. 2300 സന്ധ്യയും ഉഷസ്സും തികയുവോളം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2300 ദിവസം. സന്ധ്യയും ഉഷസ്സും എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവനായി. അപ്പോൾ ഈ ചെറിയ കൊമ്പ് നിരന്തരം ഹോമയാഗം നിർത്തലാക്കും, വിശുദ്ധ സ്ഥലം നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ ശൂന്യമാക്കും എന്നെല്ലാം പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ദാനിയേലിന്റെ സംശയം. ഏതായാലും ദാനിയേലിന് അത് 9-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതാണ് നാം ഇനി 9-ാം അധ്യായത്തിൽ കാണുവാൻ പോകുന്നത്. നമുക്ക് ആ 9-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന 2300 ദിവസങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തില് ആ മഹോപദ്രവ കാലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ 70-ാം ആഴ്ചവട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ആ വെളിപ്പാട്, ആഴ്ചവട്ടത്തിന്റെ വെളിപ്പാട് ലഭിക്കുന്ന 9-ാം അധ്യായത്തിലാണ്.
അപ്പോൾ അങ്ങനെ 8-ാം അധ്യായം അവിടെ അവസാനിക്കുകയും 9-ാം അധ്യായത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് മഹോപദ്രവം എന്നറിയപ്പെടുന്ന ആ സംഭവം നടക്കുവാൻ. അതിന്റെ ആ ദിവസങ്ങളുടെ എണ്ണത്തിന്റെ കണക്കുകൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് പിന്നെയും നമുക്ക് കാണാം. ഏതായാലും 2300 ദിവസങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മഹോപദ്രവ കാലമാണ് എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ പറഞ്ഞ് ആ 8-ാം അധ്യായം അവിടെ അവസാനിക്കുന്നതാണ് നാം കാണുന്നത്. അടുത്തായിട്ട് 9-ാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ തന്നെ അതിപ്രധാനമായിട്ടുള്ളൊരു അധ്യായം. പ്രവചനത്തിന്റെ താക്കോൽ എന്ന് പറയുവാൻ കഴിയുന്ന ഒരു അധ്യായമായിട്ടാണ് 9-ാം അധ്യായം ഇരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ കാലഘട്ടം അവിടെ ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് ആ 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. 8-ാം അധ്യായത്തിലെ നാം 2 ദിവസമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 7-ഉം 8-ഉം ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും 9-ാം അധ്യായം അത് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കുവാനുള്ള ഒരധ്യായം തന്നെയാണ്. അവിടെ 8-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ദർശനം, അതായത് അതിന്റെ 26-ാം വാക്യത്തിൽ ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുക. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു, കുറെ ദിവസത്തേക്ക് ധീരമായി കിടന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റു, രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനങ്ങളെ കുറിച്ച് വിസ്മയിച്ചു. ആർക്കും അത് മനസ്സിലായില്ല. ദാനിയേലിന് ഈ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം പിന്നെയും താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് രോഗിയായി ഒരു ധീരം പ്രാപിച്ച പോലെ താൻ കിടപ്പിലായിപ്പോയി. കുറെ ദിവസം ധീരമായി കിടന്നെന്ന ബോധം കെട്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഒരു ദൂതന്റെ മുൻപിൽ ഇത്രമാത്രം ദാനിയേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠ മനുഷ്യൻ ബോധം കെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നാം ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്കാർക്കും ഒന്നും ഊഹിക്കുവാൻ കഴിയാത്ത രീതിയിലാണ്. എന്തോ ഒരു തേജസ്സായിരിക്കും അവിടെ. ഒരു ദൈവദൂതന്റെ മുമ്പിൽ പോലും ബോധം കെട്ട് വീഴുന്ന അവസ്ഥയാണ് ഈ സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യർക്കും. അത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒരു സത്യമാണ്. നമുക്ക് അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് കടക്കാം. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ട്, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. ഇവിടെ ദാനിയേൽ പറഞ്ഞു തുടങ്ങുന്നത് താന് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തിയാണ്. പ്രാർത്ഥന വ്യക്തിയാണ്, അത് നമുക്കറിയാം. ദാനിയേലിന്റെ പല പ്രാർത്ഥനകളും നാം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ന്യായപ്രമാണം ഒക്കെ വായിച്ചു. ഞാൻ യിരെമ്യാ പ്രവചനം വായിച്ച കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതിന് സമയം പറയുന്നത്
ദാര്യാവേശ് ബാബിലോണില് ഭരിക്കുന്ന സമയമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ BC 538 ഈ സമയത്താണ് കോലാട്ടുകൊറ്റൻ 4 മൃഗങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള ദർശനങ്ങൾ ദാനിയേലിന് കിട്ടി എല്ലാം ഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നാൽ തൻ്റെ ജനത്തിന്റെ പ്രവാസകാലം അതെന്ന് തീരുമെന്നുള്ളതിനെ കുറിച്ച് തനിക്ക് അത്ര അറിവ് അതിന് മുമ്പ് കിട്ടിയിരുന്നു. ദാനിയേൽ ഉൾപ്പെടെ പ്രവാസികൾ ഇപ്പോൾ ഏതാണ്ട് 68 വർഷമായി പ്രവാസികളായിട്ട് ഇവിടെ കടന്നു വന്നത്. ഇതിങ്ങനെ എന്നും തുടരുമെന്നാണോ എന്നൊന്നും അറിഞ്ഞൂടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യിരെമ്യാ പ്രവചനം താൻ വായിച്ചു. നമ്മളത് നോക്കിയാൽ യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം നോക്കിയാൽ ദാനിയേൽ വായിച്ച ആ വിവരങ്ങൾ അവിടെ നമുക്ക് കാണാം. യിരെമ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായത്തിലാണ്. അതിന് 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേല് എന്താണ് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിച്ചത് എന്ന് പറയും. ദാനിയേൽ തന്നെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പറയുന്നത് ദാനിയേൽ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്. അത് ദാനിയേൽ യിരെമ്യാവിന്റെ പ്രവചനം നമ്മൾ നോക്കിയാൽ അതിന്റെ 25-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന് മുമ്പ് തന്നെ നെബൂഖദ്നേസർ വന്നതും ഇവരെ പ്രവാസികളായി കൊണ്ടുപോകുന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടെ ആദ്യം പറയുന്നുണ്ട്. നോക്കുക, അതിന്റെ 8-ാം വാക്യം 7 മുതൽ വായിക്കാം. നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനത്തോട് പറയുന്നതാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായികൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന് നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യമാക്കി തീർക്കും. എന്നിട്ട് അതിൻ്റെ താഴോട്ട് പിന്നെ 11-ാം വാക്യം പറയുന്നത്, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആവും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അനേക വേദഭാഗങ്ങൾ ഈ ബന്ധത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളിൽ കിടക്കുന്നില്ല. ഇവിടെ ദാനിയേൽ കണ്ട ഭാഗ്യം മാത്രമാണ് ഞാനിപ്പോൾ വായിച്ചത്. ദാനിയേൽ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. താന് തനിച്ചിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ദൈവവചനം വളരെ വ്യക്തമായി വായി. നമ്മുടെ ജീവിതത്തിൽ ദാനിയേലിനെ കണ്ടു പഠിക്കേണ്ടതായ അനേക കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന മാത്രമല്ല, ദൈവവചന പാരായണം, ഇതിലൊക്കെ ഉത്സുകനായിരുന്ന ദാനിയേൽ. ഇവിടെ യിരെമ്യാ പ്രവചനം എടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 70 സംവത്സരം ഉള്ളത്, അത് കഴിഞ്ഞാൽ പ്രവാസം അവസാനിക്കും. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വർഷം BC 538 ആയപ്പോഴേക്ക് പ്രവാസത്തിന്റെ 68 വർഷങ്ങൾ പൂർത്തിയായി. ഇനി 2 വർഷമേ ഉള്ളൂ.
അപ്പോൾ ദാനിയേല് മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് ഒരു വിടുതൽ ലഭിക്കും. നമുക്ക് ഈ ബന്ധത്തില് പല കാര്യങ്ങളും നാം മനസ്സിലാക്കാനുണ്ട്. BC 606 ദാനിയേലിനെ ബാബിലോണിലേക്ക് പ്രവാസിയായി കൊണ്ടുപോയി. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അങ്ങനെ പ്രവാസം ആരംഭിക്കുന്ന BC 606. ഇപ്പോൾ 68 വർഷം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇനിയും 2 വർഷം ഉള്ളൂ എന്ന് ദാനിയേൽ മനസ്സിലായി. യഹൂദന്മാർ അവരുടെ ജാതിപരമായ നിലയിലേക്ക് പുനരുദ്ധരിക്കുന്നതിന് മുമ്പ് 4 ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം ദാനിയേലിന് ലഭിച്ചു. ഇത് എങ്ങനെ പൊരുത്തപ്പെടും? അതായത് ആകെ 68 വർഷം ആയിട്ടുള്ളൂ. ബാബേൽ തന്നെ തീർന്നു കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് മേദ്യപാർസ്യ, അത് കഴിഞ്ഞിട്ട് യവന സാമ്രാജ്യം, അത് കഴിഞ്ഞ് ഇതെല്ലാം വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മള് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞുകൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരെ ദാനിയേലിന് അറിവില്ലല്ലോ. ദാനിയേലിനെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അറിവുകൾ മാത്രമേ ഉള്ളൂ, അക്ഷരീയമായി സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ദാനിയേലിന് അതുകൊണ്ട് അവ്യക്തമായ ചില അറിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കൃത്യമായി നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. അപ്പൊ ഈ 4 ലോക രാഷ്ട്രങ്ങൾ ഉള്ള ദർശനം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് ദാനിയേലിനൊന്നും പിടികിട്ടിയിട്ടില്ല. കാരണം ആ 4 രാഷ്ട്രങ്ങളിൽ ഒന്ന് മാത്രമേ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ, ബാബേലിന്റെ മാത്രം. അതിനുശേഷം ഇപ്പൊ ഈ മേദ്യപാർസ്യയുടെ രാജാവാണ്, അവിടെയാണ് ദാനിയേൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത്, ഞാൻ പറഞ്ഞത് ബാബേലല്ല, ദാര്യാവേശിന്റെ കാലത്താണ്. അപ്പോൾ ആ മേദ്യപാർസ്യരുടെ രാജാവാണ്. ആ കാലം ആയെങ്കിലും ബാക്കിയെല്ലാം ഇനി കിടക്കുക. അങ്ങനെ ബാബിലോണില് 70 പ്രവാസകാലം, 70 വർഷം പ്രവാസകാലം ഒരു ദൈർഘ്യമുള്ള കാലഘട്ടമായിട്ട് ഒരു പക്ഷേ ദാനിയേലിന് തോന്നിയിരിക്കും. എന്നാൽ അത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ബാക്കിയുള്ളതിൻ്റെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കുവാൻ ദാനിയേലിന് സാധിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലേവ്യ പുസ്തകവും 26-ാം അധ്യായവും, ആവർത്തന പുസ്തകം 30-ാം അധ്യായവും, ലേവ്യ പുസ്തകം 26-ന് 40 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളും, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളും നാം വായിച്ചാല് അവിടെ മോശ പറയുന്ന കാര്യങ്ങൾ, മോശ പറഞ്ഞു, എന്റെ ജനം തെറ്റ് ചെയ്താൽ ഞാൻ അവരെ ലോകം മുഴുവൻ ചിതറിക്കും. എന്നാൽ അവർ അനുദപിച്ചു വന്നാൽ അവരെ ഞാൻ വീണ്ടും സ്വീകരിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരെ ഞാൻ മടക്കി കൊണ്ടുവരും. ദൈവത്തിന്റെ കൽപ്പനയാണ്. ഞാനത് അതിനെ വായിക്കാൻ നമുക്കിപ്പോൾ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല. ആവർത്തന പുസ്തകം 1 മുതൽ 30-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അവിടെ മോശ മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേല് തെറ്റിപ്പോവും, അവര് പ്രവാസികളായി പോവും. അങ്ങനെ ലോകത്തിന്റെ പലയിടത്തും പോകുന്ന അവരെ പിന്നീട് കൂട്ടിച്ചേർക്കും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവർ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ വീട്ടിൽ പോയി വായിച്ചാലും മതിയാവും. അവിടെ നിന്ന് വേദപുസ്തകം ഇത് മുഴുവനും, ന്യായപ്രമാണം പുസ്തകങ്ങളും മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയ ദാനിയേലിന് ഈ അറിവും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ദാനിയേലിന് ഇപ്പോൾ കിട്ടിയ രണ്ടറിവ്. ഒന്ന്, യഹൂദന്മാരൊക്കെ ഒന്ന് മാനസാന്തരപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ മാനസാന്തരപ്പെട്ടു അവർ തിരിഞ്ഞു വരികയാണെങ്കിൽ അവരുടെ പ്രവാസകാലം ദൈവം അവസാനിപ്പിക്കും, അവരെ തിരിച്ചു കൊണ്ടുവരും. ഇത് ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് സത്യങ്ങൾ ദാനിയേൽ വായിച്ച് മനസ്സിലാക്കിയതാണ് ദൈവവചനത്തിൽ. ആ ആവർത്തന പുസ്തകവും അതുപോലെ ലേവ്യ പുസ്തകവും ഒക്കെ വായിച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ പോയി കഴിഞ്ഞാൽ അവരെ ലോകം മുഴുവൻ ചെതറിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ, ആപത്തുകളെ കുറിച്ചെല്ലാം അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ തിരിച്ച് അവരെ കൊണ്ടുവരുന്ന കാര്യവും അവിടെ പറഞ്ഞു. പക്ഷെ അവർ മാനസാന്തരപ്പെടണം. അവർ ഈ പാപങ്ങൾ പെറ്റുതരികയാണ്. അതായത് പ്രവാസികളായിട്ട് പോകാനിടയായത് വിഗ്രഹാരാധനയായിരുന്നതിന് അവരുടെ ഏറ്റവും വലിയ കുറ്റം. അവരെ നടത്തി, അവരെ വിടുവിച്ച്, അവരോട് കൂടെ ഇരുന്ന് യഹോവയായ ദൈവം മാത്രമാണ് ദൈവം എന്ന് അവർക്ക് സകലവിധ തെളിവുകളും നൽകി അവരോട് കൂടെ ഉണ്ടായിരുന്ന ആ ദൈവത്തെ അവർ വിട്ടുകളഞ്ഞ് പൂജാഗിരികളിലും ദേവന്മാരെയൊക്കെ ആരാധിക്കാൻ പോയി, വിഗ്രഹാരാധനയിലേക്ക് പോയി. അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, അനേക പ്രാവശ്യം, നൂറ്റാണ്ടുകളായി. നമുക്കറിയാം, ഇസ്രായേൽ രാജാക്കന്മാരെ ചേർത്ത് അവസാനം ശലോമോൻ വരെ തെറ്റിപ്പോയി. ഇസ്രായേൽ രാജാക്കന്മാരുടെ മുഴുവൻ ചേർത്ത് വന്നാൽ നോക്കിയാൽ ഭൂരിപക്ഷം പേരും തെറ്റിലേക്ക് അകപ്പെട്ട് വിഗ്രഹാരാധികളായിട്ട് മാറുന്ന കാഴ്ച. അങ്ങനെ ആ അവസരങ്ങളിലെല്ലാം പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അവിടെ അരുളി ചെയ്തു. പക്ഷെ അവർ അത് സ്വീകരിച്ചില്ല. അവസാനം ദൈവം അവരെ കൈവിട്ടു, പ്രവാസികളായിട്ട് പോയി. എന്നാൽ ആ സമയത്ത് പോലും അവർ യഥാർത്ഥമായി, അവർ ഹൃദയംഗമായി മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാൻ, കൊണ്ടുവരാൻ ദൈവം എപ്പോഴും ഒരുക്കമായി. ഈ സത്യങ്ങളൊക്കെയും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ദാനിയേൽ വായിച്ചു മനസ്സിലാക്കി. അതുകൊണ്ട് ദാനിയേൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമ്മുടെ കാണുന്നുണ്ട്. മോശയുടെ എഴുത്തുകൾ, അതായത് ലേവ്യ പുസ്തകം 26:40 മുതൽ 45 വരെയും, ഡ്യൂട്ടോണമി ആവർത്തനം 30:1 മുതൽ 10 വരെയും ഇസ്രായേൽ ജാതിയായി അനുഗമിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിൽ ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ സ്വന്തം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരും എന്ന് ദാനിയേൽ ഗ്രഹിച്ചു. അതുകൊണ്ട് ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈ വേദപുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന അനേക പ്രാർത്ഥനകളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് നാം ഇനി കാണാൻ പോകുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഏറ്റുപറച്ചില്, അഭയയാചന, മധ്യസ്ഥത, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാം തന്നെ ദാനിയേൽ ഇവിടെ പറയുന്ന ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പ്രാർത്ഥന. ഇത്ര മനോഹരമായ പ്രാർത്ഥന വളരെയധികം പറയാനൊക്കെ ഇല്ല. പക്ഷേ വേദപുസ്തകത്തിൽ ഇതുപോലെ അനേക പ്രാർത്ഥനകളുണ്ട്. അതില് ഈ ദാനിയേലിന്റെ പ്രാർത്ഥന വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ആ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവചനം പാരായണം ചെയ്തതിന് ശേഷമാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അതായത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് യിരെമ്യാവിന്റെ പ്രവചനം താൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് മനസ്സിലായി പ്രാർത്ഥനയിൽ താന് പ്രാർത്ഥിക്കാനിരിക്കുക. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം, നാം പ്രാർത്ഥിക്കുന്നതിന് മുഖാന്തരമായി ദൈവവചനം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വേർപെട്ട സഭകളില്
നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നാം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് അതിനു മുമ്പ് വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ ചിലതും കാണും. പക്ഷേ ഈ കാലത്ത് അത് എത്രമാത്രം നടപ്പിലാവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേർപാട് വിശ്വാസികള് എന്ന് തന്നെ ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവർക്കെല്ലാം അവർക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കാൻ എഴുതിയ പ്രാർത്ഥനയാണെങ്കിൽ പോലും പ്രാർത്ഥന അത് അവരെ എഴുതി വെച്ചിരിക്കുമെന്ന് പറയുന്നു. അത് വേറൊരു കാര്യം. ഞാൻ അതിന്റെ ഗുണദോഷമില്ല പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവരും ചില വേദഭാഗങ്ങളൊക്കെ പറയുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യും. പക്ഷേ അത് എത്രമാത്രം ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രസാദകരമായ രീതിയിലാണ് ചെയ്യുന്നത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് വേർപെട്ട വിശ്വാസികളുടെ ഭവനങ്ങൾ ദൈവവചനത്തിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥനയോട് ചേർന്ന്. വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മിക്കവാറും ഭവനങ്ങളിൽ തുടർച്ചയായിട്ട് വായിക്കുന്നുണ്ടാവും. ചിലർ രാവിലെ പകലും പുതിയ നിയമം പഴയ നിയമം മാറി മാറി വായിച്ചെന്ന് വരും. ചിലരുടെ ആദ്യം പോലെ അവസാനം ഒരേ ഇത് തന്നെ തുടർന്നു വരും. ഏത് നിലയിലായിക്കൊള്ളട്ടെ ദൈവവചന പാരായണം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആവശ്യമാണ്. ദാനിയേൽ ഇവിടെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ ബന്ധത്തില് നമ്മുടെ ഭവനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്നാൽ പല അവസരങ്ങളിലും കേട്ടാനിടയായിട്ടുള്ളത് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ രംഗമെല്ലാം മാറി ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ട്യൂഷന് പോകാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മക്കള് ഒരു വയസ്സൂടെ എഴുന്നേൽക്കുമ്പോൾ അവർ പോവും. രാത്രിയായാലും ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന ആ രീതി അന്യം നിന്ന പോലെയാണ്. ഇന്ന് പലയിടത്തും അങ്ങനെ കാണാനില്ല. വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഭവനങ്ങളില് കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ദൈവദിനത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗം എല്ലാവരും വായിച്ച് അല്പമെങ്കിലും ധ്യാനിക്കുവാൻ സാധിച്ച് അതിനുശേഷം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ദൈവവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മാത്രമല്ല പ്രാർത്ഥനയുടെ മുഖാന്തരമായിട്ട് ആദിരിക്കുകയും ചെയ്യും. അത് എവിടെയെങ്കിലും ഇല്ല ഉണ്ടോ എന്ന് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഇല്ലാത്ത ഭവനങ്ങൾ ഉണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് വചനപ്രകാരമുള്ള കാര്യമാണ് ഈ പറയുന്നത്, ദൈവവചനപ്രകാരം. അതുപോലെ ഒരിക്കലും അത് നിർത്തിക്കളയാതെ നമ്മുടെ ഭവനങ്ങളിൽ അത് തുടരാൻ സാധിക്കട്ടെ. രാവിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് പലയിടത്തും ഇല്ല. പാട്ടിനകത്ത് പറയുന്നത് മറ്റാരെയും കാണുന്നതിന് മുമ്പ് ദൈവമുഖം കാണണമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിൽ പറയുന്ന അടി അതാ. തിരുമുഖം അതിൻ പ്രഭ, വേറെ ഒന്നും കാണുന്നതിന് മുമ്പ് ആ പ്രഭ കാണണം എന്ന് നമ്മള് പാട്ടുകാരെഴുതി നമ്മൾ പലപ്പോഴും പാടാറുണ്ട്. അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, രാവിലത്തെ സമയം മറ്റ് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. രാത്രിയിലും അതുപോലെ ആവശ്യമുണ്ട്. അല്ലാത്ത സമയത്ത് സാധിക്കുന്നതിൽ അതെല്ലാം കുടുംബ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. കുടുംബ പ്രാർത്ഥന മാത്രമല്ല, ഇവിടെ ഈ ദാനിയേൽ വായിച്ചത് ഇത് കുടുംബ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നില്ല. ദാനിയേൽ സ്വന്തമായിട്ട് വേദപുസ്തകം പാരായണം ചെയ്തതാണ്. അത് നാം എത്ര സമയം അതിനു വേണ്ടി എടുക്കുന്നു, അതും ആവശ്യമാണ്. ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് ജീവിതത്തിന് ആവശ്യമായ ആലോചനകൾ ലഭിക്കുന്നത്. ഇന്ന് ദൈവം നേരിട്ട് ചില പറയാറുണ്ട്, എന്നോട് കർത്താവ് അങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അവരോട് ചിലപ്പോൾ പറഞ്ഞായിരിക്കും, ഞാൻ വാദിക്കാനിരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക്
വ്യക്തമാകുന്നത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ആലോചനകൾ അതിൽ കൂടെ നമുക്ക് ലഭിക്കും. അതാണ് ദൈവത്തിന്റെ ആലോചന. ആ ആലോചനയ്ക്ക് ചെവി കൊടുത്ത് അതേ രീതിയിലാണ് നാം പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ പോയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല എങ്കിൽ തീർച്ചയായും അത് ആവശ്യമാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ അത് പരിശീലനത്തിൽ കൊണ്ടുവന്ന് ഈ ഈ പ്രാർത്ഥനയിൽ സമ്മതിപ്പിക്കുക, പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറയാൻ കാരണം, ഇവിടെ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ പല കാര്യങ്ങൾ നമുക്ക് ദാനിയേലിന്റെ പ്രാർത്ഥന പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവവചന പാരായണത്തിന് ശേഷമായി. അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി. രണ്ടാമത്, ദാനിയേലിന്റെ പ്രാർത്ഥന ഹൃദയംഗമമായ ഒരപേക്ഷയാണ്. ഹൃദയത്തിന്റെ നുറുക്കത്തെ കാണിക്കുന്ന തകർന്ന മനസ്സും അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഉപവാസവും രട്ടും വെണ്ണീരും ഉള്ള ഇരിപ്പും ഇതെല്ലാം നാം അവിടെ കാണുന്നുണ്ട്. നമ്മൾ അതിന് ആ അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങൾ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുക. അവിടെ പറയുന്നത് 2-ാം വാക്യം, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന് അത് കഴിഞ്ഞ് 3-ാം വാക്യം നോക്കുക. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റു പറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു. ദൈവസന്നിധിയിൽ ആദ്യമായിട്ട് ഏറ്റു പറയുകയാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപം ചെയ്തു. ഇവിടെ ഈ പരീശന്റെ പ്രാർത്ഥന പോലെ ഒന്നുമല്ല. അവരെല്ലാം പാപം ചെയ്തു. ഞാൻ വാസ്തവത്തിൽ ദാനിയേലിന് അങ്ങനെ പറയാൻ പല അവകാശമുണ്ട്. മറ്റുള്ളവര് എല്ലാം ബിംബത്തെ ആരാധിച്ചിട്ടും ദാനിയേൽ ആരാധിച്ചില്ല, സിംഹക്കുഴി കിടക്കേണ്ടി വന്നെങ്കിൽ. അപ്പൊ അങ്ങനെ പലതും അവകാശപ്പെടാവുന്ന ഒരാളാണ് ദാനിയേൽ. പക്ഷേ ദാനിയേൽ ഇവിടെ പറയുന്നത്, ഞങ്ങൾ പാപം ചെയ്തു. തൻ്റെ കൂട്ടു സഹോദരന്മാരുടെ ആ പാപത്തിന് താനും കൂടെ അത് ഷെയർ ചെയ്യുകയാണ്. തനിക്കും അതില് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെയാണ് ആ പ്രാർത്ഥന അവിടെ നടത്തുന്നത്. പരീശന്റെ പ്രാർത്ഥന നമുക്കറിയാം. പരീശൻ പ്രാർത്ഥിക്കുന്നത് നിൽക്കുന്ന അവനെ പോലെ ഒന്നുമല്ല, ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നവനാണ്. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും എന്തുമാത്രം പണം കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നുണ്ട്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ ആരാണ് ഇതെല്ലാം ചെയ്യുന്ന ആളാ. എന്നാൽ ഹൃദയ നുറുക്കത്തോടും അനുതാപത്തോടും കൂടെ പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് നാം അവിടെ കാണുന്ന പോലെ ആ പരീശന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച എന്താണ്, പാപിയായ എന്നോട് കരുണ തോന്നും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും പുകഴുവാനില്ല. നാം ഒന്നും ദൈവത്തിന് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ദൈവത്തിന് നമ്മളെ ഒന്നും ആവശ്യവുമില്ല. ദൈവത്തിന് നമ്മൾ കുറച്ച് പണം കൊടുത്തിട്ടൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളെ കൊണ്ടൊന്നും ദൈവത്തിന് ഒന്നും ആവശ്യമില്ല, ഒരാവശ്യവുമില്ല. തകർന്നുറങ്ങിയുള്ള ഹൃദയം മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. നാം ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നാം പലപ്പോഴും ധരിച്ചിരിക്കുന്നത് കുറെ പണം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കും, അല്ലെങ്കിൽ കുറെ ദരിദ്രന്മാരെ സഹായിച്ചാൽ. അതല്ല. പലർക്കും പലവിധ സഹായങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പ്രതിഫലത്തിൽ അതൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെങ്കിൽ ദൈവം പ്രാർത്ഥന ശ്രദ്ധിക്കണം. തകർന്ന ഹൃദയത്തോടും നുറുക്കത്തോടും കൂടി ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ എന്നോട് കരുണ തോന്നണം,
എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ച് കർത്താവിനോട് പറയുമ്പോൾ ഹൃദയ നുറുക്കം ഉണ്ടാകും. മാത്രമല്ല, നമ്മളെ ഒന്നുമില്ലായ്മ ദൈവസന്നിധിയിൽ അവിടെ വെളിപ്പെടും. ഞാനൊന്നുമല്ല, എനിക്ക് ദാവീദ് പറഞ്ഞു, നീ തന്നത് അല്ലാതെ ഒന്നും എനിക്ക് കൊടുക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കും, നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? കർത്താവ് തന്നതിൽ നിന്ന് എന്തെങ്കിലും ആർക്കും കൊടുക്കുന്നു, അതൊന്നും പറയാൻ കൊള്ളുന്ന കാര്യം പോലും അല്ല. മറ്റുള്ളവരെ സഹായിക്കണം എന്നല്ല, പക്ഷെ ആ സഹായം അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയം എങ്ങനെയിരിക്കും? പരിച്ഛേദന എന്ന് പറയുന്നത് പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ ഉള്ള പരിച്ഛേദനയാണ്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തകർന്ന ഹൃദയത്തോട്, ഇവിടെ ഞാൻ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യമേ പറയുന്നത് വെണ്ണീർ ഇരിക്കുന്ന എവിടെയാണ്? ഉപവസിച്ച് രട്ടെടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും ഇവിടെ അപേക്ഷിക്കേണ്ടതിന് ദൈവത്തിലെ മുഖം തിരിച്ചു. ഇപ്പൊ വെണ്ണീരിലിരിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. പോട്ടെ, ഉപവസിക്കാനായിട്ട് അതിന് പല ന്യായങ്ങൾ പറയും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഉപവസിക്കാൻ ഉപവാസത്തിനെ കുറിച്ചൊക്കെ ഉപദേശ രൂപങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ സ്വന്തമായിട്ട് തോന്നി സ്വന്തമായി ചെയ്യട്ടെ. മറ്റാരുടെയും പ്രേരണയാൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ തോന്നുന്നു. ദൈവസന്നിധിയിൽ പ്രേരണ തോന്നുന്നെങ്കിൽ, ദൈവം മുൻപാകെയാണ് ഇരിക്കുന്നത് തോന്നുന്നുവെങ്കിൽ, അത് സ്വന്തം ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് വന്ന് ദൈവസന്നിധിയിൽ പകരട്ടെ. വെട്ടിലും മണ്ണിലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പലരുടെയും നമുക്ക് ദൈവദിനത്തിൽ കാണുവാൻ സാധിക്കും. എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും വെട്ടിലും മണ്ണിലും പ്രാർത്ഥിച്ചു. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പം രട്ടും വെണ്ണീറും ഒന്നും അല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ദൈവത്തിന്റെ മേൽ നമ്മുടെ ഹൃദയം പകർന്ന്, നമുക്ക് പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, രോഗം ഉണ്ടായിരിക്കും, ദുഃഖം ഉണ്ടായിരിക്കും, കഷ്ടം ഉണ്ടായിരിക്കും. ശരി, അത് നമുക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവിടെ അർപ്പിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ദൈവം അതിന് വില കൊടുക്കും. നമുക്ക് ആ പ്രാർത്ഥനയെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുവാനുണ്ട്. ഇന്ത്യയോട് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമാകട്ടെ, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ജീവിതമാകട്ടെ. അതിനനുസരിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കാം. ആ നിലയിൽ നമുക്ക് ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.